പൊന്നാനി പാർലമെന്റ് പുറമേക്ക് ശാന്തമാണെങ്കിലും അടിയൊഴുക്കുകളും കാറും കോളും നിറഞ്ഞ പൊന്നാപുരം കോട്ടയാണ്. 18 തിരഞ്ഞെടുപ്പുകളിൽ 3 മാത്രമാണ് ഇടത് പ്രതിനിധികൾക്ക് ജയിക്കാനായത്. 1977 ശേഷം ഇടതിന് ഇവിടെ ജയിക്കാനേ കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിന്റെ കോട്ടയായ പൊന്നാനിയിൽ നിന്ന് ഇബ്രാഹിം, സുലൈമാൻ സേഠ്, GM ബനാത്തുവാല, അഹമ്മദ് തുടങ്ങിയ വൻ നേതാക്കൾ ലോക്സഭയിലെത്തിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിയും NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനും ഇടതു സ്ഥാനാർത്ഥി KS ഹംസയുമാണ് പൊന്നാനിയിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. സമദാനി 100% വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിക്കും. ആര് ജയിക്കാനാണ്? നമ്മളെ സമദാനി സാഹിബ് തൂത്തുവാരും. വേറെ എന്താണ്? കേന്ദ്രത്തിൽ BJP അല്ലാത്ത ഏത് ഗവൺമെൻറ് വന്നാലും അംഗീകരിക്കും. വർഗീയതയെ പിന്തുണക്കാത്ത വർഗീയതക്കെതിരെയുള്ള ഏത് മുന്നണി വന്നാലും അംഗീകരിക്കും. സമദാനി വിജയസാധ്യതയുണ്ട്. KS ഹംസ വിജയിക്കണം. LDF വിജയിക്കല്, വേറെ സംശയമില്ല. ഇന്ന് നമ്മളുടെ യാത്ര തിരൂർ, താനൂർ മണ്ഡലങ്ങളിലൂടെയാണ്. ഈ 2 മണ്ഡലങ്ങളും UDFന്റെ സ്വാധീന മണ്ഡലങ്ങൾ ആണെങ്കിലും തിരൂർ നിയമസഭാ മണ്ഡലം UDFന്റെയും താനൂർ നിയമസഭാ മണ്ഡലം LDFന്റെയും കൈകളിലാണ്. ഇവിടെയുള്ള വോട്ടർമാരോട് നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ സമാധാനിക്കും. പാർലമെൻറ്റിൽ കേന്ദ്രത്തിൽ ഐക്യമുന്നണി വരും എന്നാണ് നമ്മളെ പ്രതീക്ഷ. കോൺഗ്രസ്സിന് പിണറായി സർക്കാർ എന്താണ് ഇപ്പോൾ കാണിക്കുന്നത്? ജനങ്ങളെ ദ്രോഹിക്കല്ലേ ചെയ്യണത്. പിന്നെന്താ അതിൽ കൂടുതൽ പറയാൻ? ജനങ്ങളെ വീർപ്പ് കൂട്ടിക്കാണ് ചെയ്യണത്. ഇതിന് മുമ്പൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ള അവരെന്നെ വരും. നമ്മളെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവർ വരണമെന്നുള്ളതാണ്. സമദാനി വരണമെന്നുള്ളതാണ്. പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി വരണം. നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇവിടെ ജീവിക്കുന്നത്. പല കാരണത്താലും നമ്മളെ ബുദ്ധിമുട്ടിക്കല്ലാണ്. അപ്പം അതിൽ നിന്നെല്ലാം രക്ഷ തേടണം എന്നൊരാഗ്രഹമാണുള്ളത്. അതുകൊണ്ടിട്ട് രാഹുൽ ഗാന്ധി ഒരു ഭരണം കൊണ്ടുവരണം എന്നുള്ള മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ സമദാനി ജയിക്കുമെന്നുള്ള പരിപൂർണ ഉറപ്പാണ്. അത് ആര് തലകൊത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. സമദാനിയേ വരുള്ളൂ. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി വരണം. പിണറായി സർക്കാരിൻ്റെ മുമ്പത്തെ ഭരണം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിരുന്നു. 2ാം പ്രാവശ്യമുള്ള ഭരണം വളരെ പോക്കാണ്. ജനങ്ങളിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. പല കാരണം കൊണ്ടും ബുദ്ധിമുട്ടിക്കുകയാണ്. ഹംസ ജയിക്കും. ഹംസ എന്ന് പറഞ്ഞാൽ ഇവിടെ LDFന്റെ ഇതാണ്. 4 3 നമുക്കും അല്ലേ. പിന്നെ പുതിയൊരു ആൾ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ മോശം ഇതൊക്കെ പാടായതുകൊണ്ട് കേന്ദ്രത്തിൽ ഇപ്പം എന്താ മുന്നണി അങ്ങനെ എന്താ ഇതുണ്ടല്ലോ, അവർ വരണമെന്നാണ്. ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് പോകണ്ടേ. പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KS ഹംസ വിജയിക്കണം. LDF വിജയിക്കല്, വേറെ സംശയമില്ല. അതിൽ ഒന്നും പറയാനില്ല. വയസ്സിൽ മൂത്ത ഒരാളായിരിക്കണം. മൂപ്പരോട് ചോദിച്ചോ. LDF എന്നുള്ളതാണ് വിശ്വാസം. കേന്ദ്രത്തിൽ BJP അറിയാത്ത വരാൻ പാടില്ല. പൊന്നാനിയിൽ സമദാനി സാഹിബ് ജയിക്കും. അത് 100% ഉറപ്പാണ്. അത് ആ വ്യക്തികളെ നോക്കിയിട്ടുള്ള പരിപാടികളല്ലേ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ഇനി മറ്റാൾ ഇതുവരെ CPM കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വെച്ചിട്ട് പിന്നെ അത് നന്നാക്കി പറയുമ്പോൾ അങ്ങനെ ശരിയല്ലല്ലോ. കേന്ദ്രത്തിൽ UDF വരണം. അതിപ്പോൾ നമ്മൾ പറയാതെ നിങ്ങൾക്ക് അറിയണതല്ലേ. നമ്മളെ അഭിപ്രായത്തിൽ 2 ലക്ഷത്തിൻ്റെ പുറത്തേക്കും. അബ്ദുസമദ് സമദാനി വേറെ ആളാണ്. അത് പോക്കാണ്. കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഭരണം വരണം. പൊന്നാനി പാർലമെൻറ്റിൽ ഒരു കടുത്തൊരു മത്സരമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും സമദാനി വിജയസാധ്യതയുണ്ട്. അതേപോലെ ഹംസല്ലേ സ്ഥാനാർത്ഥി, ഹംസക്ക് വിജയസാധ്യതയുണ്ട്. എന്നാലും ഹംസ ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. നല്ല ഭരണമല്ലേ, നല്ല ഭരണമാണ്. കേരളത്തിൽ ജനകീയ മുന്നണി വരണം എന്നുള്ളതാണ് ആഗ്രഹം. ഇന്ത്യൻ മുന്നണി, സോറി.
പൊന്നാനി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ കെ എസ് ഹംസ ജയിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ കൂടി സമദാനി സാഹിബ് ജയിക്കും. സമദാനി സാഹിബ് ജയിക്കും. കേന്ദ്രത്തിൽ BJP അല്ലാത്ത ഏത് ഗവൺമെൻറ് വന്നാലും അംഗീകരിക്കും. വർഗീയതയെ പിന്തുണക്കാത്ത വർഗീയതക്കെതിരെയുള്ള ഏത് മുന്നണി വന്നാലും അംഗീകരിക്കും. പൊന്നാമൻ UDF ജയിക്കണം. കാരണം വെച്ചാൽ കേന്ദ്രം അത്രയ്ക്ക് പറ്റ മോശമാണ്. കാരണം നമുക്ക് വികസനമായാലും ജനങ്ങളിൽ എത്തിപ്പെടുന്നില്ല. അവർ ഓഫറുകൾ ഒരുപാട് പറയണമെന്നല്ലാതെ പ്രാവർത്തികമാക്കണില്ല. അപ്പോൾ UDF ജയിക്കണം. അതന്നെ. പിണറായി ഒരേപോലെ തന്നെ. പിണറായി ആയാലും മോദി ആയാലും വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാധനത്തിനായാലും ഒരുപാട് വില കൂടാ ചെയ്യണേ. ഒന്നിനും വില കുറയണില്ല. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് മുമ്പ് ഓട്ടോക്കാരെ അവരെ ഇത് പെർമിറ്റിൻ്റെ ഒക്കെ 4 ഇരട്ടി 5 ഇരട്ടിയാകും ഇവർ കൂട്ടണേ. ജനങ്ങൾ ബുദ്ധിമുട്ടണേ. രണ്ട് സർക്കാർ, കേന്ദ്ര ആയാലും കേരള ആയാലും. ആര് ജയിക്കാനാണ്? നമ്മളെ സമാധാന സാഹിബ് തൂത്തുവാരും. വേറെ എന്താണ്? കേന്ദ്രത്തിൽ നമുക്ക് നമ്മളെ ഇന്ത്യ മുന്നണി വരണമല്ലേ. ഇപ്പോഴല്ലേ നമ്മളെ വയറപ്പും കൂടെ ഒന്ന് അമർന്ന് കിട്ടണമെങ്കിൽ നമ്മളെ ഇന്ത്യ മുന്നണി വരണം. സമദാനി നല്ല ആളാണ്. എല്ലാ ഭാഷയിലും സംസാരിക്കാനും എല്ലാത്തിനും കഴിവുള്ള ആളാണ്. ഏത് ഭാഷയിലും സംസാരിക്കും. വളരെ മോശമാണ്. മോശം എന്നറിയാം. ഞാനൊരു വികലാംഗനാണ്. 6 മാസമായില്ല പെൻഷൻ കിട്ടിയിട്ട്. ആ ഒരു മാസം കൊടുക്കാമല്ലോ അവർക്ക്. പാവപ്പെട്ട എത്ര ആൾക്കാരുടെ ഇവിടെ വീട്ടിൽ കിടന്ന രോഗികളായിട്ട് കിടക്കണം. അവർക്ക് ഒരു മരുന്നിനെങ്കിലും അതെങ്കിലും കൊടുക്കാൻ പറ്റാത്തൊരു ഭരണം പിന്നെ നമുക്ക് എന്തിനാണ്? ഈ ആൾക്കാരൊക്കെ നല്ല ആൾക്ക് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നല്ല ഭരണമാണല്ലോ. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ. എപ്പോഴും കൊലവിളി നടക്കുകയല്ലേ. കൊലവിളിയാണ് മെയിൻ പ്രശ്നം. ആ കൊലക്കനുസരിച്ചിട്ട് പാർട്ടി നിൽക്കുകയാണ്. കൊല എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ അവരെ ശിക്ഷിക്കണില്ല. നമ്മളെ KS ഹംസ ജയിക്കണമെന്നാണ് നമ്മളെ വിശ്വാസം. കാരണം വെച്ചാൽ ഇവിടെ ഏത് കാലത്തും ലീഗിൻ്റെ കുത്തക മണ്ഡലമാണിത്, പൊന്നാനി മണ്ഡലം. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നുള്ളൊരു നിഗമനമാണ് നമ്മളെ മനസ്സിലുള്ളത്. ഞാനൊരു ഇടതുപക്ഷ പാർട്ടി അനുഭാവിയും കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇതായിട്ടുള്ള ഒരു ഇതുണ്ട്. കേന്ദ്രത്തിൽ നമ്മളെ ഈ 3-ാം മുന്നണി വരണമെന്നുള്ളതാണ് എൻ്റെ. സമദാനി ജയിക്കും. 2 ലക്ഷം വോട്ടിന് ജയിക്കും. ഞങ്ങൾ പാർട്ടിക്കാരനല്ലേ സമദാനി. ഇന്നെന്തേ നിങ്ങൾ മറ്റേ അംസൻ്റെ മാതിരിയല്ലല്ലോ ഞങ്ങൾ പൊന്നാക്കാരാണ്, താനൂർക്കാരുമാണ്. അപ്പം സമദാനി ഭൂരിപക്ഷം 2 ലക്ഷത്തിൻ്റെ മേലെ ജയിക്കും. അബ്ദുസമദ് സമദാനി. കാരണം എന്നാൽ അബ്ദുസമദ് സമദാനി നല്ല ബഹുഭാഷാ പണ്ഡിതനാണ്. പിന്നെ നല്ല വാഗ്മിയാണ്. പാർലമെൻറ്റിൽ പോയാൽ ഹംസ പോയിട്ട് ഒരു പ്രയോജനമില്ല. ഹംസക്ക് സംസാരിക്കാനൊന്നും ക്ലിയർ ഇല്ല. ഭരണവിരുദ്ധ തരംഗം ഉണ്ടാവും. ഇപ്പോൾ 1-2 സീറ്റ് ഇട്ടുള്ളൂ ഇടതുപക്ഷത്തിന്. സമദാനി 100% വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിക്കും. ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളാണ്. നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പാർലമെൻറ്റിൽ പോകുമ്പോൾ അതിനനുസരിച്ച് ഒരാൾ വേണ്ടാണ്ട് പോകണമെങ്കിൽ ഹംസനെ ഞങ്ങൾക്ക് അറിയുക പോലും കണ്ടിട്ട് പോലും ഇല്ല. രാഹുൽ ഗാന്ധി വരണം. വളരെ അധികം ഇഷ്ടമാണ്. ആര് ജയിക്കും ആര് തോക്കുന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അഭിപ്രായം എന്ന് പറഞ്ഞാൽ സമദാനി ജയിക്കും എന്നുള്ള ഭൂരിപക്ഷം സംസാരം. നമ്മളെ പ്രശ്നം ഇവിടെ അതല്ല. ഇവിടെ മാറി മാറി വരുന്ന എല്ലാ MP-മാരും നമുക്ക് വേണ്ടിയത് കുടിവെള്ളമാണ്. ഇന്ന് വരെ അതിനൊരു പരിഹാരം ഇവിടെ ആയിട്ടില്ല. എന്നതിനാവുന്നുള്ളത് നമുക്കിപ്പോഴും പിടിപാടില്ല. നമ്മൾ LDF-കാരനാണ്. അതല്ല, നമ്മൾ നിഷ്പക്ഷമായി എപ്പോഴും ചിന്തിക്കുന്ന ആളാണ്. ആരോട് ഇവിടെ ചോദിച്ചാലും അറിയാം. ഓക്കെ, പിണറായി സർക്കാരിൻ്റെ ഈ പ്രാവശ്യത്തെ ഭരണം നമുക്ക് വല്ലാണ്ടൊന്നും പറയാനൊന്നുമില്ല. കഴിഞ്ഞ ഭരണം നല്ലതാണായിരുന്നു. ഈ പ്രാവശ്യം വലിയ മുന്തിച്ച് പറയാനൊന്നും നമുക്ക്. കേന്ദ്രത്തിൽ നമ്മൾ UDF തന്നെയാണ് വരുള്ളൂ. അത് അവർ വരണമെന്നാണ് നമ്മളേതായ അഭിപ്രായം. അബ്ദുസമദ് സമദാനി തന്നെ. ഇവിടെ പാരമ്പര്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു കുത്തക സീറ്റല്ലേ താനൂർ പൊന്നാനി നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ഒരു കുത്തക സീറ്റാണ്. അത് സമദാനി തന്നെ ജയിക്കുള്ളൂ. ഇന്ത്യ മുന്നണി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ അധികാരത്തിൽ വരേണ്ടി വരും.
കഴിഞ്ഞ 5 വർഷത്തിനേക്കാളും മോശമാണ് ഈ 5 വർഷത്തെ ഭരണം. ജയിക്കുള്ളൂ. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി വരും. ദേശം മോശമാണ്. ഈ 5 വർഷം വളരെ മോശമാണ്. അതാണ്, വേറൊന്നുമില്ല. നമ്മളിവിടെ എല്ലാവരും ഈ സംവിധാന സാഹിബിന് ആര് ജയിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാനൊന്നും പറ്റില്ല. നമുക്ക് അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം ജയിക്കും എന്നുള്ള അഭിപ്രായമാണ് ഇവിടെ 100%. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ അവരുള്ള വികസനമൊന്നും ഇല്ല ഇവിടെ. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി വരണമെന്നാണ് നമ്മളത്. പിണറായി സർക്കാരിൻ്റെ ഭരണം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ പെൻഷൻകായി കിട്ടാൻ പോയില്ല, അതൊന്നും കിട്ടാനില്ല. പിന്നെ നമ്മൾ ഇവിടെ തീരദേശത്ത് പാതാറ് ഇടണമെന്നൊക്കെ പറഞ്ഞതാണ്. അതിന് പറഞ്ഞുകൊണ്ട് പിന്നെ പോവും, പിന്നെ വരൂല. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴേ സബ്സിഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി ഒന്നില്ല, സബ്സിഡി പോലും ഞങ്ങൾക്ക് തന്നില്ല. 100 മണ്ണെണ്ണയ്ക്ക് കോട്ടക്ക പോകണം, അത് 104 ഉറുപ്പ്യം കൊടുക്കണം. അന്ന് 45 ഉറുപ്പ്യായിരുന്നു. പിന്നെ ഏത് ആശുപത്രിയിൽ മരുന്നുണ്ടോ? ഇൻഷുറൻസിൻ്റെ ഇവിടുത്തെ 2 രോഗികളൊക്കെ ഇവിടെ പോയിട്ട് ഇൻഷുറൻസിൻ്റെ തുക കെട്ടാൻ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാതെ വന്നിക്കണം. അതെല്ലാം നാട്ടിൽ ചെയ്യുന്നത്. എന്ത് പിണറായി വരച്ചിട്ട് എന്ത് കാര്യമില്ല ഇവിടെ. പൊതുജനങ്ങൾക്കൊരു ഗുണം കിട്ടിയില്ല. ഇതൊക്കെ UDF വരയ്ക്കുമ്പോൾ അതെല്ലാം കിട്ടിയില്ല. പെൻഷൻ ഇപ്പോൾ 5 മാസമായി. 8 മാസത്തിൽ 3 മാസം കൊടുത്ത് ഇനി 5 മാസം ബാക്കിയാണ്. ഇത് കെട്ടാൻ പറഞ്ഞിട്ട് ഇത് കേന്ദ്രത്തിൻ്റെ ആണ്. അപ്പോൾ പി അബ്ദുറഹ്മാൻ പറഞ്ഞിപ്പോൾ 5 കൊല്ലം കൊണ്ട് തീർക്കുന്ന സാധനം അത് ഇന്നേരം സാധിച്ചില്ല. ഒരു കല്ല് വരും. പിന്നെ ഇത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഈ കടലിൽ കയറുമ്പോൾ പരിസരത്ത് എല്ലാം കുടിയഞ്ഞു പോലാണ്. വരുഞ്ഞ് കടൽ കയറുമ്പഞ്ഞും വരും. പി അബ്ദുറഹ്മാൻ ഇവിടുത്തെ MLA ആയതുകൊണ്ട് വരുഞ്ഞു മന്ത്രി ജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഞാൻ UDF കാരനല്ല, UDF ജയിക്കാനുള്ള സാധ്യത ഉള്ളത്. ആര് വരണമെന്ന് ആഗ്രഹിക്കണം? UDF എന്ന് വെച്ചാൽ UDFൻ്റെ നേതാവായ അബ്ദുൽ സമദല്ലേ, അദ്ദേഹം വരും. KSMസനോട് താല്പര്യം ഇല്ല. KSM നമുക്ക് അറിയില്ലല്ലോ, അദ്ദേഹത്തെ പരിചയമില്ല, അത്ര മാത്രമേ. കേന്ദ്രത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന വെച്ചപ്പോൾ കണ്ടില്ല അവിടെ ബോട്ടിൻ്റെ മറ്റേ കാസർഗോഡ് ഇപ്പോൾ ഡിപ്പാറ്റ് ഉണ്ട്. ഇപ്പോൾ 4 താമ്പരക്ക് പോയിണ്ടോ. അപ്പം പിന്നെ നമ്മളെങ്ങനെ കള്ളന്മാരെ കേന്ദ്രത്തിൽ പറയാം. കള്ളന്മാരെ നമ്മൾ അനുഗ്രഹിക്കില്ലല്ലോ. നമുക്ക് ആരായാലും സത്യമല്ല വേണ്ടത്. നമ്മൾ മുസ്ലിം എന്നുള്ള നിലക്കല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല നീതിമാന്മാർ. ഇവിടുത്തെ എല്ലാവരും നീതിമാന്മാരാണല്ലോ. അതിൽ മുസ്ലിങ്ങൾ ആരായാലും കള്ളന്മാർ വരാൻ പാടില്ല, ഇത്ര മാത്രമേ. മോദിനോട് താല്പര്യം തോന്നുന്നുണ്ടോ? മോദിയുടെ ഭരണത്തിൽ താല്പര്യം തോന്നുന്നുണ്ടോ? മോദി താനിങ്ങനെ നമ്മളെ താല്പര്യം ഉണ്ടാവുക. മോദി ആദ്യം തന്നെ ഗുജറാത്ത് കലാപുണ്ടായി പറഞ്ഞല്ലോ മുസ്ലിങ്ങളെ. അത് കാറിൻ്റെ ചോട്ട് നായ്ക്കൾ കുടുങ്ങിയാൽ നമ്മളതിൽ തിരിഞ്ഞു നോക്കും. അപ്പോൾ ഇന്നെങ്ങനെ മുസ്ലിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുക? അതൊരു നീതിയുള്ള ആൾക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഒരു നീതി പോലുള്ള ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല. അത് മനുഷ്യരല്ലേ, മുസ്ലിങ്ങളല്ലേ. അതിപ്പോൾ ഒരു ഹിന്ദു കുട്ടിയാണെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടാവും, അങ്ങനെ പറയാൻ ധൈര്യം വരും. അപ്പോൾ മനുഷ്യനല്ലേ. പിണറായിയുടെ ഭരണത്തെക്കുറിച്ച് എന്താ അഭിപ്രായം? പിണറായിൻ്റെ ഭരണം പൂർണ്ണമായിട്ടും ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, പിണറായിൻ്റെ ഭരണം പൂർണ്ണമായിട്ടും ഇവിടെ BJP ആണ് ഭരിക്കുന്നത്. രമൺ ശ്രീവാസ്തവ ആണ് അദ്ദേഹമാണ് കേരളം നിയന്ത്രിക്കുന്നത്. പിണറായിക്ക് അതിൽ ഒരു ഇതില്ല, മനസ്സിലായോ? മോദി സർക്കാർ 400 സീറ്റ് പറയുമ്പോൾ അവർക്ക് ഇതിൽ കള്ളക്കളി ഉണ്ടായതുകൊണ്ടല്ലേ പറയണേ. എന്ന് കണ്ടില്ല, ഇതിൻ്റെ മിഷീനൊക്കെ എണ്ണിയപ്പോൾ ഡബിൾ വോട്ടാണ് വീണം. ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡബിൾ വോട്ടാണ് വീണം. താമരക്കില്ല, അരിവാൾ ചിറ്റേ വരുന്നില്ല, ഉൾപ്പെടുത്തി വരുന്നില്ല. അപ്പോൾ അത് ഉണ്ടാകുന്നതാണ് അവർ രാജ്യത്ത് മുഴുവൻ അങ്ങനെ തന്നെ ആവും എന്നുള്ളതാണ് പ്രതീക്ഷ. അങ്ങനെ തന്നെ മൊത്തത്തിലാവുമെന്നുള്ളതാണ് നമ്മളെ പ്രതീക്ഷയുള്ളത്. കാരണം അവരത്ര ധൈര്യം പറയുമ്പോൾ അങ്ങനല്ലേ, എത്ര 400 വോട്ടുന്ന ഒരു ധൈര്യം പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 400 സീറ്റ് ഞങ്ങൾ ഭരിക്കുമെന്നുള്ളത് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതവർ പറയില്ലല്ലോ. പിണറായിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താ അഭിപ്രായം? എൻ്റെ ഭരണം 5 കൊല്ലത്തെ ഭരണം കാഴ്ചവെച്ച ഭരണമാണ്. അത് വളരെ മോശമാണ്. തരംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അതിൻ്റെ അനുഭവമായിട്ടുള്ളതാണ്. പിന്നെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു വിശ്വസ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അതാണ് മൂപ്പരോടുള്ള താല്പര്യം. ഈ അംസാക്ക എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഇതാക്കി പറയല്ല, മൂപ്പര് അടുത്ത് വെച്ച് പാർട്ടിയിൽ നിന്നും വിട്ട് വേറൊരു പാർട്ടിയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. ഇത്
പേരിൽ ആളുകൾക്ക് ഒരു പരിചയക്കുറവ് ഉണ്ട്. മണ്ഡലത്തിൽ വരുമ്പോൾ പരിചയമുള്ള ആളുകളാകുമ്പോൾ അതിനൊരു ഒന്നും കൂടി ഒരു ഇതുണ്ടാവുമല്ല. കേന്ദ്രത്തിൽ UDF ഇതായി വരണം എന്നുള്ള താല്പര്യക്കാരാണ് എല്ലാവരും പൊതുവെ.